വിജയണ്ണൻ്റെ ഒരു പടത്തിൻ്റെ കൂടെ റിലീസ് ആയതുകൊണ്ട് മാത്രം പൊട്ടിപ്പോയൊരു നല്ല പടത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേപോലെ തൻ്റെ ലൈഫിൽ ഫീൽഡ് ഔട്ടിൻ്റെ വക്കത്ത് നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു നല്ല പടത്തെ തൻ്റെ ശരീരം കൊണ്ടും തൻ്റെ ആക്ടിങ് കൊണ്ടും മികച്ചതാക്കി ചെയ്തിട്ടും പൊട്ടിപ്പോയൊരു പടത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇത്രയും ബിൽഡപ്പ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയാൻ വന്ന പടം ഏതാണെന്ന് വെച്ചാൽ 2013 ഭരത് പ്രധാന വേഷം ചെയ്ത് തിയേറ്ററിൽ ഇറങ്ങിയ ഒരു പടമാണ് 555. അപ്പോൾ ഈ പടത്തെക്കുറിച്ചാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ ഈ 555 എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു വൺ ലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളെ നായകൻ ഒരു ആക്സിഡൻറ്റിൽ പെടുന്നു. അത് കഴിഞ്ഞ് നായകൻ കോമയിൽ പോയി തിരിച്ചു വരുമ്പോൾ നായകൻ്റെ ഓർമ്മയിൽ മാത്രം നായകൻ ഒരു ഗേൾ ഫ്രണ്ട് ഉള്ളതായിട്ടും ഈ ആക്സിഡൻറ്റ് നടക്കുന്നവരെ ഗേൾ ഫ്രണ്ട് കൂടെ ഉള്ളതായിട്ടും ഉണ്ടാവും. അപ്പോൾ അവർ തമ്മിലുള്ള ലവും ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവനെ അറിയുന്നവർക്കും ഇവൻ്റെ ഏട്ടൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും ഇവൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പെണ്ണുള്ളതായിട്ടും ഇങ്ങനെ ഒരു പെണ്ണായിട്ട് ഇവൻ ഇഷ്ടത്തിലായിട്ടുള്ളത് ഒന്നും അറിയില്ലായിരിക്കും. അപ്പോൾ ഇവൻ അതന്വേഷിച്ച് പോകുന്നതാണ്. ഇവൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നോ, ഉണ്ടെങ്കിൽ തന്നെ അവൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നതാണ് ഈ സിനിമേൻ്റെ വല്ലൈൻ, ഈ സിനിമേൻ്റെ ഒരു കഥ. അപ്പോൾ ഈ പടം പോലെ തന്നെ നമ്മളെ ആര്യൻ്റെ ഒരു പടമുണ്ട് പഴയത്, അതേപോലെ നമ്മളെ ഗജനി. അപ്പോൾ ഗജനീൻ്റെ തുടക്കം നമുക്ക് ഗജനി പോലെ തോന്നും, പക്ഷേ ഇത് ഗജനി അല്ല, ഇത് വേറൊരു അടിപൊളിയാക്കിയിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പടത്തിൽ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇതിൽ അഭിനയിച്ചവരെ കുറിച്ചാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ഇതിൽ ഭരത് എന്ന് പറഞ്ഞ ആക്ടർ ഇപ്പോൾ ഉള്ളവർക്ക് ആർക്കും മനസ്സിലാവില്ല ഭരത് എന്താണ് എങ്ങനെയാണെന്ന്. പക്ഷേ ഇങ്ങനത്തെ 2-3 പടങ്ങളുണ്ട് അടിപൊളിയായിരിക്കും. ദേവതയെ കണ്ടേൻ അങ്ങനെ ഒരു പടമുണ്ട്, അതാണോ അറിയില്ല, തമന്നേൻ്റെ കൂടെ ഒരു പടം, കിടിലൻ പടമാണ്. ഭരത്തിൻ്റെ അടിപൊളി അഭിനയമാണ്. പിന്നെ കാതലാന്ന് തോന്നുന്നു, പണ്ടുള്ള ഇവനൊരു മെക്കാനിക്കായിട്ടൊരു നമ്മളൊരു എന്താ പറയുക, മെക്കാനിക്കായി അവളൊരു പണക്കാരൻ വീട്ടിലെ പെണ്ണിനെ പ്രേമിക്കുന്ന, എന്നിട്ട് അവസാനം അതിൻ്റെ റീൽസൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളൊരു പടമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടവർക്കറിയാം ഭരത് എന്താണ്, പണ്ടത്തെ ഭരത് എങ്ങനെയാണ്, എന്താണ് ആക്ടിങ് എല്ലാം അറിയാം. അപ്പോൾ ഈ പടത്തിനും ഭരത് കിടിലനാക്കി ചെയ്തിട്ടുണ്ട്. ഭരത്തിൻ്റെ കരിയർ അവസാനിക്കാൻ പോകുന്ന ഘട്ടമായതുകൊണ്ടാണ് തോന്നുന്നു ഭരത് ഇതിൽ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഭരത്തിൻ്റെ സിക്സ്പാക്കും ബോഡി വെച്ചും അഭിനയം വെച്ചും എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്, കിടിലാക്കിയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള വന്ന എല്ലാവരും. പിന്നെ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ലവ്, ആക്ഷൻ, ത്രില്ലർ, പിന്നെന്താ പറയുക ഒരു കൊമേഴ്സ്യൽ, ഇതെല്ലാം കൂടെ ചേർന്നൊരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ത്രില്ലടിക്കാനുള്ള സംഭവമുണ്ട്, എന്താ പറയുക ത്രില്ലടിക്കാനുള്ളുണ്ട്, കൊമേഴ്സ്യലായിട്ടുള്ള സംഭവങ്ങളുണ്ട്, പിന്നെ മാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ ലവ് എന്ന് പറയുന്നത് മാത്രം കുറച്ചൊരു ഇതുപോലെ തോന്നി, എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. പക്ഷെ ബാക്കിയെല്ലാം ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് കാണാൻ തന്നെ കാരണം ഇതിലിപ്പോൾ ഭരത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അടുത്തപ്പോഴോ കണ്ട്. ഞാൻ 666 അടിപൊളിയായി, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ട പടമാണ്, പക്ഷെ അത് പൊട്ടിപ്പോയി. അത് ഞങ്ങളെ കാരണം കൊണ്ട് തന്നെയാണ്. ഞങ്ങളൊരു വിജയണ്ണൻ്റെ നമ്മളെ വിജയണ്ണൻ്റെ തലവേൻ്റെ കൂടെ ഇറക്കിയോണ്ടാണ് ഈ പടവും പൊട്ടാൻ കാരണം. അത് അന്ന് ഇറക്കണ്ടായിരുന്നു എന്നൊക്കെ ഭരത്ത് പറയാനായിട്ട്. അപ്പോൾ ഞാൻ അത് കേട്ടോണ്ട് ഞാനൊന്ന് കണ്ടു നോക്കിയതാണ്. പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറയാലോ, കിട്ടിയില്ല പടം, ഒരു രക്ഷയില്ല, അടിപൊളി പടം, അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ചില സീൻസൊക്കെ ഞാൻ കുറേ നാൾ എനിക്ക് കൈയടിച്ചത് എന്ന് വെച്ചാൽ ഫോണിൽ കണ്ടിട്ട്, തിയേറ്ററിലല്ല, ഫോണിൽ കണ്ടിട്ട് ഇതിലൊരു സീനൊക്കെ ഉണ്ട്, ഒരു തോക്കൊക്കെ ചൂടുന്നത്, ആ സീനിലൊക്കെ കൈയടിച്ചു പോയി. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കും, നമുക്കൊന്ന് ദേഷ്യം കയറി, ഒരു മനുഷ്യൻ എത്രത്തെ കഷ്ടപ്പെടുത്തുക, അങ്ങനെയൊക്കെ തോന്നുന്നൊരു കിടില എൻജോയ്മെൻറ്റ് പടമാണ് ഈ 555. നിങ്ങൾ ആരെങ്കിലും ഇത് കാണാത്തതുണ്ടെങ്കിൽ പോയി കണ്ടോളി. കാരണം ഇത് ഭരത്തിനൊന്നും അറിയാത്തതുകൊണ്ട് ഭരത്തിനെ പെട്ടെന്ന് നമുക്കൊരു ഇടണം കാണുമ്പോൾ അത്ര ഇത് കാണാൻ തോന്നുന്നല്ലോ. പക്ഷെ നിങ്ങൾക്ക് പറ്റുകയാണ് നിങ്ങൾ പോയി കണ്ടോ, കിടിലൻ പടമാണ് 555. ടെലിഗ്രാമിലൊക്കെ ഉണ്ട്, ടെലിഗ്രാമിലാണ് ഞാനും കണ്ടത്. അത്ര 2013 പടമല്ല, അങ്ങനെ കിട്ടുള്ളൂ. യൂട്യൂബിലും ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടോ, മസ്റ്റ് വാച്ച് മൂവിയാണ്. ഇതിലൊന്നും പറയാനില്ല, കഥയും പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ആദ്യത്തെ 58 മിനിറ്റ് വരെ കുറച്ച് ലവ് സീൻസും കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അത് അടിച്ചു വിട്ടൊന്നും കാണണ്ട, അത് കണ്ടുകൊണ്ടിരുന്നോ, ബോറാണ് കുറച്ച്, പക്ഷെ കണ്ടുകൊണ്ടിരുന്നോ. പക്ഷെ 58 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അത് എന്തിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് പോയി കാണുക, ഈ 555. അപ്പോൾ ലിങ്ക് വേണ്ടവർ പറയുകയാണെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ്. അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.